ഇവിടെ ഈ ആയത്തിൽ നോക്കി, സമ എന്നുള്ളത് എന്താ? സമ കേൾവിയാണ്. കേൾക്കാനുള്ള അവയവം ഏതാണ്? കാതാണ്, ഉദുനാണ്. സമ ബഹുവചനാണോ അതല്ല ഏകവചനാണോ? സമ ഏകവചനാണ് അല്ലേ? സമ. അബ്സാർ ബഹുവചനാണ്. ബസർ, അബ്സാർ. ബസർ എന്ന് പറഞ്ഞാൽ ദൃഷ്ടി, അബ്സാർ ദൃഷ്ടികൾ. അഫ്ഇദത്തും ബഹുവചനാണ്. ഫുആദ്, അഫ്ഇദത്ത്. ഫുആദ് ഏകവചനാണ്, അഫ്ഇദത്ത് ബഹുവചനാണ്. ഇത് ഈ ആയത്തിൽ മാത്രമല്ല, വിശുദ്ധ ഖുർആനിൽ പലയിടത്തും ഇങ്ങനെയാണ്. ഖതമല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ സമഇഹിം വഅലാ അബ്സ്വാരിഹിം ഗിശാവ. അവരുടെ കൽബുകളിൽ അള്ളാഹു സീൽ ചെയ്തു. വഅലാ സമഇഹിം, സം എന്ന് പറഞ്ഞാൽ കേൾവിയാണ്, കേൾവി. വഅലാ അബ്സ്വാരിഹിം, അവരുടെ ദൃഷ്ടികൾക്ക് മേലുണ്ട് ഗിശാവത്തുൻ, മൂടിയെന്നാണ്. അപ്പോൾ അവിടെ അബ്സാർ ദൃഷ്ടികളാണ്, സമ കേൾവിയാണ്, ഖുലൂബ് എന്താ അത് ഹൃദയങ്ങളാണ്. അപ്പോൾ ഇത് രണ്ടും പിന്നെ ബഹുവചനമാണ്, ഇസ്മാണ്. ഇത് ഇസ്മല്ല, അത് മസ്ദറാണ്. ഇസ്മാണ്, മസ്ദറാണ്. മനസ്സിലായി? കേൾവി എന്ന അർത്ഥത്തിൽ അത് ക്രിയാധാതുവാണ്, ക്രിയാധാതുവാണ്. ഇതിവിടെ മാത്രമല്ല, വിശുദ്ധ ഖുർആനിൽ ഇപ്പോൾ ഞാൻ സൂറത്തുൽ ബഖറയിലായത്ത് കേൾപ്പിച്ചു, ഇനി സൂറത്ത് നഹലിലാകട്ടെ, സൂറത്ത് മുഅ്മിനൂനിലാകട്ടെ, ഒക്കെയും അല്ലാഹു അൻശഅകും വജഅല ലക്കും അസ്സമഅ വൽ അബ്സാറ വൽ അഫീദ എന്ന് പറഞ്ഞിട്ട്. അത് എന്തുകൊണ്ടാണ് സമഇ എന്നുള്ളത്? ഒന്ന്, അത് ക്രിയാധാതുവാണ്, അവയവത്തിൻ്റെ പേരല്ല. അബ്സാർ, അഫീദ എന്നുള്ളത് ബഹുവചനമാണ്, അത് അവയവങ്ങളുടെ പേരാണ്. ഈ രീതിയിൽ പ്രയോഗിച്ചത്. പിന്നെ ഒന്ന്, ഈ സമഇനെ മുന്തിപ്പിക്കണ അവസ്ഥ വന്നു. മനസ്സിലായി? സമഇനെ മുന്തിപ്പിച്ച് പറയാണ്. അബ്സാർ, ഖുലൂബ് എന്നുള്ളത് താരതമ്യേന പലയിടത്തും പിന്തിപ്പിച്ചാണുള്ളത്. അപ്പോൾ അത് എന്തുകൊണ്ട് എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ്? കേൾവിൻ്റെ പ്രാധാന്യം അവിടെ വിഷയമുണ്ട്. കേൾവിയുടെ പ്രാധാന്യം, കാഴ്ചയല്ല പ്രധാനം, പിന്നെയോ കേൾവിയാണ് പ്രധാനം. അവ രണ്ടും താരതമ്യപ്പെടുത്തുമ്പോൾ, കാരണം കേൾവിയാണ് കാഴ്ചയേക്കാൾ വലിയ അനുഗ്രഹം. കേൾവിയില്ലാത്തവർ പല അനുഗ്രഹങ്ങളും എന്തു ചെയ്യും? മതപരമായും ഭൗതികമായും നിഷേധിക്കപ്പെടും. മനസ്സിലായി? പൊട്ടന്മാരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു കാക്കട്ടെ, അൽഹംദുലില്ലാ, പിന്നെ അവർക്ക് ദുനിയാവിലും ആഖിറത്തിലും പിന്നെ മതപരമായും ഭൗതികമായിട്ടും പല കാര്യങ്ങളും നിഷേധിക്കപ്പെടുന്നൊരവസ്ഥയാണ് ഉണ്ടാവുക. അതൊന്ന്. പിന്നെ ഇവിടെ എന്താണ് ഈ സമ എന്നതിനെ ഏകവചനത്തിൽ ക്രിയാധാതുവായിട്ട് പ്രയോഗിച്ചത്? അബ്സാർ, അഫ്ഇദത്ത് എന്നതിനെ ബഹുവചന രൂപത്തിൽ അതിൻ്റെ നാമങ്ങൾ ആയിട്ട് പ്രയോഗിച്ചത് എന്നുള്ളതാണ്. ചില മുഫസ്സിരീങ്ങൾ പറഞ്ഞത് ഈ ഏകവചനവും ബഹുവചനവും ചേർത്ത് പറയുമ്പോൾ ഏകവചനത്തിൻ്റെ പ്രത്യേകതയാണ് ഏകവചനമായി പറയുന്നതിൻ്റെ പ്രത്യേകതയാണ് അറിയിക്കുന്നത്. ബഹുവചനത്തേക്കാൾ ഏകവചനത്തിന് പ്രത്യേകത ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ മിനദ്ദുലുമാത്ത് ഇലന്നൂർ നമ്മുടെ ക്യാമ്പയിൻ്റെ വിഷയമാണ് അല്ലേ? മിനദ്ദുലുമാത്ത് ഇലന്നൂർ. ആരാണ് അവിടെ ബഹുവചനം, ആരാണ് ഏകവചനം? നൂർ ഏകവചനാണ്, ദുലുമാത്ത് ബഹുവചനാണ്. അൽഹംദുലില്ലാഹില്ലദീ ഖലഖസ് സമാവാതി വൽ അർദ് വജഅല ദുലുമാതി വന്നൂർ, വജഅല ദുലുമാത് വന്നൂർ, ദുലുമാത് വന്നൂർ. അതേപോലെ തന്നെ പലയിടത്തും കാണാം നൂർ ഏകവചനാണ്, ദുലുമാത് ബഹുവചനാണ്. അപ്പോൾ ബഹുവചനം ഏകവചനം പറഞ്ഞു കൊടുത്ത് ഏകവചനത്തിലാണെന്ത് പ്രാധാന്യം പ്രത്യേകത. അമ്മാത്ത് ഖാലാത്ത് ബഹുവചനത്തിൽ, അമ്മ് ഖാല് ഏകവചനത്തിൽ പ്രയോഗിച്ചിട്ടുണ്ട് ശരിയല്ലേ? അപ്പോൾ അവിടെ ഖാൽ ആരാണ്? പിന്നെ മാതൃ സഹോദരൻ അല്ലേ? അമ്മ് പിതൃ സഹോദരൻ. ആണുങ്ങൾ അവിടെ ഏകവചനമാണ് പ്രയോഗിച്ചത്. ഖാലാത്ത്, അമ്മാത്ത് അത് ബഹുവചനത്തിലാണ്, അമ്മാത്തും ഖാലാത്തും. അപ്പോൾ അത് അവരെക്കാൾ, ഖാലാത്തിനേക്കാൾ അമ്മാത്തിനേക്കാൾ ഖാലിനും അമ്മിനും പ്രത്യേകതയുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഏകവചനം പ്രയോഗിച്ചു. പിന്നെ ഖാലാത്ത്, അമ്മാത്ത് എന്നുള്ളിടത്ത് ബഹുവചനം പ്രയോഗിച്ചു. ഏതായാലും അങ്ങനത്തെ ചില ഉദാഹരണങ്ങൾ തഫ്സീറുകളിൽ കാണാം. വിഷയം ഏകവചനായി പ്രയോഗിച്ചതിന് എന്തുണ്ട്, ബഹുവചനായി പ്രയോഗിച്ചതിലേറെ എന്തുണ്ട്, ഒരു പ്രത്യേകതയും പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ് അതിൽ തഫ്സീറുകൾ ഉണർത്തുന്ന ഒരു വിഷയം.
കേൾവിയെ സംബന്ധിച്ചിടത്തോളം കേൾവിക്ക് കാഴ്ചയേക്കാൾ എന്തുണ്ട്, പിന്നെ ഒരു പ്രത്യേകതയും പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ്. പിന്നെ ചില മുഫസ്സിരിങ്ങൾ പറഞ്ഞത്, ഇപ്പോൾ ഒരു പ്രബോധനം നടക്കുകയാണെങ്കിൽ എല്ലാവരോടും പറയുന്നത് കാര്യം ഒന്നായിരിക്കും, കേൾക്കുന്നത് അവർ ഒന്നാണ്. പക്ഷേ അതിനെ ഉൾക്കൊള്ളുന്നതും ദർശിക്കുന്നത് എന്തായിരിക്കും, എല്ലാവരും ഒരുപോലെ ആയിരിക്കില്ല, വ്യത്യസ്തമായിരിക്കും. അപ്പോൾ കേൾക്കുന്നതൊന്നാണ്, പക്ഷേ കേട്ട് ഉൾക്കൊള്ളുന്നതും കേൾക്കുന്നത് ദർശിക്കുന്നത് എന്തായിരിക്കും, ആളുകളെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ആ കേൾക്കുന്നതൊന്ന് എന്നതിൻ്റെ ആശയത്തെ ദ്യോതിപ്പിക്കാൻ ദർശിക്കുന്നതും ഉൾക്കൊള്ളുന്നതും ആളുകൾ വ്യത്യസ്ത രീതിയിൽ എന്നുള്ളത് ദ്യോതിപ്പിക്കാനാണ് ഇങ്ങനെ വിശുദ്ധ ഖുർആനിൽ സമഇനെ ഏകവചനത്തിൽ പിന്നെ അബ്സാർ അഫീദത്ത് അല്ലെങ്കിൽ ഖുലൂബ് എന്നതിനെ ബഹുവചനത്തിൽ പറഞ്ഞത് എന്ന് ചില തഫ്സീറുകളിൽ വിശദീകരിച്ചത് കാണാൻ സാധിക്കും.